New Srivari Auto Finance near Valluvanad Hospital, Grand Mall Complex, Ottapalam. Phone number 9656444458, 9656444457. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സർക്കാർ പോലീസ് സേനയെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് ബ്ലോക്ക് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഒറ്റപ്പാലം NSS KPD ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സമരക്കാരെ തടഞ്ഞു. തുടർന്നു നടന്ന പൊതുയോഗം KPCC നിർവാഹക സമിതി അംഗം നന്ദബാലൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്, ആഡംബരമായ ബസ്, മിഷ്ടാന്നമായ ഭക്ഷണം, പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും പണപ്പിരിവും, കണക്കില്ലാത്ത പണപ്പിരിവ്, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വല്ല ബോധ്യമുണ്ടോ? പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളുടെ വീട്ടിലെ അമ്മയോ അച്ഛനോ ഒരു നേരത്തെ മരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് 4-5 മാസമായി പെൻഷൻ കുടിശ്ശിക. സഖാക്കളെ, നിങ്ങളുടെ വീട്ടിലെയും എന്റെ വീട്ടിലെയും വൈദ്യുതി ചാർജ് നിരക്ക് ഈ ഗവൺമെന്റ് ക്രമാതീതമായി വർദ്ധിപ്പിച്ചോ? വെള്ളക്കരം വർദ്ധിപ്പിച്ചോ? സാധാരണക്കാരായ ആളുകളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഈ സർക്കാരിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടേ? സപ്ലൈകോയിൽ നിന്ന് എഴുതി വെച്ച ബോർഡല്ലാതെ എന്താണ് നൽകുവാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നത്? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K ശ്രീവത്സൻ, UDF മണ്ഡലം ചെയർമാൻ P ഗിരീശൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, MA സിദ്ദിഖ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ പാഞ്ചാലി, രമാ രവീന്ദ്രൻ, മുഹമ്മദ് സോലി, അബ്ദുൾ ബഷീർ, KP പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും നികുതി പണം കൊള്ളയടിച്ച് ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നേതാക്കന്മാരും കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്കെതിരെ ഇന്ന് കർഷകനായാലും മറ്റ് കൂലിപ്പണിക്കാരായാലും ഏത് തരത്തിലുള്ള പാവപ്പെട്ടവനും പണക്കാരനുമെന്ന ഭേദമില്ലാതെ മുഴുവൻ ആളുകളും നമ്മുടെ നഗരസഭകളിലും അതുപോലെ തന്നെ വില്ലേജുകളിലുമൊക്കെ അടച്ച് കൊണ്ടിരിക്കുന്ന നികുതി പണം ദൂർത്തടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേറ്റ് സജീവമായി ക്രിസ്തുമസ് വിപണി. നഗരം ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി തയ്യാറെടുത്തു തുടങ്ങി. വെള്ള നക്ഷത്രങ്ങളും സ്നോവി വൈറ്റ് LED ബൾബുകളും മഞ്ഞുവീണ പ്രതീതി ഉണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീകളുമാണ് വിപണിയിലെ പ്രധാന ആകർഷണം. മുൻവശത്തേതിൽ നിന്ന് വെളുത്ത നിറത്തിലും പോസ്റ്റൽ നിറങ്ങളിലുമുള്ള അലങ്കാര വസ്തുക്കളാണ് ഇത്തവണ ക്രിസ്മസ് വിപണിയിലെ താരങ്ങൾ. 4 അടിയും 6 അടിയും ഉയരമുള്ള സ്നോവി ക്രിസ്മസ് ട്രീകൾ വിപണിയിൽ ലഭ്യമാണ്. മുഴുവൻ അലങ്കരിച്ചൊരുക്കിയ ട്രീകൾ ഉണ്ടെങ്കിലും അല്ലാത്തവ വാങ്ങി അലങ്കരിക്കാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. ടേബിൾ ടോപ്പ് ട്രീകൾക്കും ആവശ്യക്കാർ കുറവല്ല. LED-കളാണ് മറ്റൊരു വിസ്മയം. വിവിധ നിറങ്ങളിലുള്ള LED മാല ബൾബുകളും മൾട്ടി കളർ LED നക്ഷത്രങ്ങളുമുണ്ട്. ഇവിടെയും സ്നോവി വൈറ്റാണ് താരം. പുൽക്കൂടൊരുക്കാൻ 200 രൂപ മുതലുള്ള സെറാമിക് സെറ്റുകൾ വിപണിയിലുണ്ട്. മഞ്ഞു വീണതുപോലുള്ള വെളുത്ത ക്രിസ്മസ് ട്രീകൾ ഇത്തവണത്തെ പ്രത്യേകതയാണ്. ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുട്ടികൾ ഇതിലെല്ലാം വളരെ ശ്രദ്ധ വയ്ക്കുന്നവരാണ്. മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഇത്തവണയും കടയിൽ നല്ല തിരക്കുണ്ടെന്ന് ഒറ്റപ്പാലം നഗരത്തിലെ കടയുടമ പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ക്രിസ്മസ് കച്ചവടം നന്നായിട്ടുണ്ട്. LED സ്റ്റാറുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ളത്. പിന്നെ ക്രിസ്മസ് ഡ്രസ്സുകൾ, ക്യാപ്പുകളെല്ലാം അത്യാവശ്യം നന്നായിട്ട് സെയിൽ നടന്നിട്ടുണ്ട്.
നന്നായിട്ടുണ്ട്, നല്ല സെയിലാണ് ഇപ്രാവശ്യം. ക്രിസ്മസ് ഉഷാറാണ്. കേക്കും വൈനുമാണ് ക്രിസ്മസ് ആഘോഷത്തിനുള്ള അടുത്ത ഐറ്റം. ആഴ്ചകൾക്ക് മുൻപേ ഉണർന്ന കേക്ക് വൈൻ വിപണി പുതുവർഷം വരെ നീളുമെന്നാണ് കച്ചവടക്കാർ പ്രതീക്ഷിക്കുന്നത്. വിവിധ ഫ്ലേവറുകളിലുള്ള കേക്കുകൾ ലഭ്യമാണെങ്കിലും പ്ലം കേക്കുകൾക്കാണ് ക്രിസ്മസ് കാലത്ത് പ്രിയം. കേക്കും വൈനും ഡ്രൈ ഫ്രൂട്ട്സും അടങ്ങുന്ന ഗിഫ്റ്റ് ഹാമ്പറുകളാണ് ബേക്കറികളിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത്. കേക്ക് ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ വാങ്ങുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒപ്പം പൊതുജനങ്ങളും അണിനിരക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. നമ്മുടെ നാട് പാലക്കാട് മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നല്ല ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നു വരുന്നുണ്ട്. മാലിന്യ കൂനകൾ എവിടെയാണ് എന്ന് കണ്ടെത്തി അത് എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യുന്നതിന് മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഈ വൃത്തിയാക്കിയ ഇടത്തേക്ക് തന്നെ വേർതിരിക്കാത്ത മാലിന്യങ്ങൾ ഒരുപാട് പേര് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാട് മനോഹരമായിട്ട് മാലിന്യമുക്തമായിട്ട് സൂക്ഷിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം പൊതുജനങ്ങളും കൂടി നിന്നാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവജനങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഈ കാര്യത്തിൽ നമ്മളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ക്രിസ്തുമസിനെ വരവേൽക്കാൻ വൈവിധ്യം നിറഞ്ഞ കേക്കുകളുമായി നിള ബേക്സ്. കഴിഞ്ഞ 25 വർഷത്തോളമായി വള്ളുവനാടിൻ്റെ മണ്ണിൽ രുചി വൈവിധ്യത്തിൻ്റെ വേറിട്ട അനുഭവം പകർന്ന നിള ഗ്രൂപ്പ് ഈ ക്രിസ്മസ് രാവുകളെ അവിസ്മരണീയമാക്കാൻ വൈവിധ്യം നിറഞ്ഞ കേക്കുകളുടെ മനം നിറയ്ക്കുന്ന ശേഖരവുമായി ഒരുങ്ങിക്കഴിഞ്ഞു. പുഡിംഗ് കേക്ക്, പ്ലം കേക്ക്, ക്യാരറ്റ് പുഡിംഗ്, ബട്ടർ കേക്ക്, ജാക്ക് ഫ്രൂട്ട് പുഡിംഗ്, ക്രമ്മി പുഡിംഗ് കേക്ക് തുടങ്ങിയ പുഡിംഗ് കേക്കുകൾക്കൊപ്പം തന്നെ വിവിധ ഫ്ലേവറുകളിലുള്ള ഫ്രഷ് ക്രീം കേക്കുകളും ഇവിടുണ്ട്. വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന രുചിമേന്മയുടെ പാരമ്പര്യ തനിമ തന്നെയാണ് ഇപ്പോഴും കസ്റ്റമേഴ്സിന് പ്രിയപ്പെട്ട ഒരു ഇടമായി നിള ബേക്സിനെ മാറ്റുന്നത്. ക്രിസ്മസിൻ്റെ വിപണിയോടനുബന്ധിച്ച് നമ്മൾ നിരവധി പ്ലം കേക്കുകളും, സെലിബ്രേഷൻ പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്, ജാക്ക് ഫ്രൂട്ട് കേക്ക്, നിരവധി പുഡിംഗ് കേക്ക്സുകൾ എല്ലാം തന്നെ നമ്മുടെ ക്രിസ്മസുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വെറൈറ്റി കേക്കുകളും നമ്മൾ തന്നെ സ്വന്തം പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം കേക്കും നമ്മുടെ അവൈലബിൾ ആണ്. ഹാസൽനട്ട്, ടെൻഡർ കോക്കനട്ട്, കാരമൽ, എല്ലാ വിധ വെറൈറ്റി ഫ്രഷ് ക്രീമുകളും നമ്മുടെ അവൈലബിൾ ആണ്. നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യുന്ന കേക്കുകളാണ് മൊത്തം നമ്മളെ തന്നെ ചെയ്യുന്നത്. കേക്കുകളുടെ ഒരു വിപുലമായ കളക്ഷൻ തന്നെ നമ്മൾ പ്രാവശ്യം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്ലം കേക്കുകളിൽ ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നത് റിച്ച് പ്ലം കേക്ക്, അതുപോലെ തന്നെ സെലിബ്രേഷൻ പ്ലം കേക്ക്, ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്, എല്ലാ കേക്കുകളും നമുക്ക് ഒരുപാട് മൂവിങ്ങുള്ള കേക്കുകളാണ്. കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന കേക്കുകളാണ് ഇതെല്ലാം തന്നെ. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം കേക്കുകൾ നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതാണ്. ചോക്ലേറ്റ് ട്രഫിളുണ്ട്, വാൻജോ, ഗോൾഡൻ വാൻജോ, ബട്ടർ സ്കോച്ച്, കാരമൽ, അങ്ങനെ എല്ലാവരും ഫ്രഷ് ക്രീമിൻ്റെ കേക്കുകളും നമ്മുടെ അവൈലബിൾ ആണ്. പുഡിങ്ങിലേക്ക് നമ്മൾ ഒരു 6-7 തരം വെറൈറ്റി ഉണ്ട്. മാംഗോ, പൈനാപ്പിൾ, ബനാന, ജാക്ക് ഫ്രൂട്ട്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്, കോഫി കേക്ക്, എല്ലാ കേക്കുകളും ഉണ്ട്. 6-7 തരം പുഡിംഗ് കേക്ക്സ് മാത്രം നമ്മുടെ വെറൈറ്റികളുണ്ട്. വിവിധ പുഡിംഗ് കേക്ക്സുകളെല്ലാം തന്നെ നമ്മുടെ മേക്കാണ്. ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് നമ്മുടെ എല്ലാ ദിവസം എല്ലാ സീസണിലും ഉണ്ടാവും. സീസണാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വെറൈറ്റികളുണ്ടാവും.
ഓരോ ഫ്ലേവറിലുള്ള പുഡിംഗ് കേക്കുകളും ഫ്രഷ് ക്രീം കേക്കുകളും ഓൺ പ്രൊഡക്ഷനിൽ നിർമ്മിക്കുന്നു എന്നുള്ളത് നീള ബേക്കിന്റെ മാത്രം പ്രത്യേകതയാണ്. ബേക്ക് ചെയ്തെടുത്ത സ്പഞ്ചിൽ ആദ്യം ഫ്രഷ് ക്രീം ചേർത്ത് ലെയറുകളാക്കി പിന്നീട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഫ്ലേവറുകൾ ചേർത്ത് നിമിഷ നേരം കൊണ്ടാണ് നീള ബേക്കിൽ കേക്കുകൾ ഒരുക്കുന്നത്. രുചി വൈവിധ്യത്തിനൊപ്പം തന്നെ ഗുണമേന്മയും ഉറപ്പു നൽകുന്നു എന്നത് നീള ബേക്സിനെ വേറിട്ട് നിർത്തുന്നു. ഈ ക്രിസ്തുമസ് രാവുകളിൽ ഒത്തുചേരലുകൾക്ക് മധുരത്തിന്റെ തനിമ പകരാം നീള ബേക്സിലൂടെ. ശതാബ്ദിയുടെ നിറവിൽ പൊട്ടച്ചിറ അബ്ദുൾ റഹ്മാൻ. അമ്പലപ്പാറ പള്ളി പ്രസിഡന്റായിരുന്ന പൊട്ടച്ചിറ അബ്ദുൾ റഹ്മാന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങുകൾ നടന്നു. പള്ളി കമ്മിറ്റിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ആഭിമുഖ്യത്തിൽ പൊന്നാട അണിയിച്ചുകൊണ്ട് അബ്ദുൾ റഹ്മാനെ ആദരിച്ചു. ആയതുകൊണ്ട് ഈ സംഗതി എന്നാണ് നിറവേറ്റിത്തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ദീർഘായുസിനെ ആശ്രയിക്കുന്ന മറ്റൊരു സാമ്പത്തിക എല്ലാ വകയും ദൈവം നന്നാവും. കണ്ണിയമ്പുറം വിദ്യാജ്യോതി അംഗൻവാടിയിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ കണ്ണിയമ്പുറം വിദ്യാജ്യോതി അംഗൻവാടിയിൽ വിപുലമായ പരിപാടികളോടുകൂടി ക്രിസ്മസ് ആഘോഷിച്ചു. അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷം വാർഡ് കൗൺസിലർ കൂടിയായ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. അംഗനവാടിയിൽ നമ്മുടെ ടീച്ചർ, കുട്ടികൾ, രക്ഷിതാക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ്, അതേപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ, എല്ലാ ആഘോഷങ്ങളും അതാത് ദിവസത്തെ ആഘോഷങ്ങൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ചേർത്തിക്കൊണ്ട് ആഘോഷിക്കാറുണ്ട്. ആ കുട്ടികൾക്ക് ആ ആഘോഷം എന്താണെന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ആഘോഷങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവട്ടെ നമ്മൾ എന്തിനാണ് അത് ആഘോഷിച്ച് അതെന്താണെന്നുള്ളത് അറിയണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടീച്ചർ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, എല്ലാവരും നാട്ടുകാരുടെയൊക്കെ സഹകരണം നമ്മൾ ഓരോ ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ഹെൽപ്പർ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവാറുണ്ട്. ജില്ലയിൽ അക്ഷയ ജ്യോതി പദ്ധതിക്ക് തുടക്കമായി. ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 15 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനുള്ള അക്ഷയജ്യോതി പരിപാടിക്ക് തുടക്കമായി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, ജില്ലാ CB സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അഗളി, പുതൂർ, ഷോളയൂർ, കിഴക്കഞ്ചേരി, വണ്ടാഴി, മുതലമട പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതി വഴി പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ, ML, FP, അംഗൻവാടി വർക്കർമാർ, ആശാപ്രവർത്തകർ എന്നിവരുടെ കുട്ടികളുടെ വീടുകളിലും അംഗൻവാടികളിലും സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും എത്തി വിവരശേഖരണം നടത്തി സംശയമുള്ളവരുടെ കഫം ശേഖരിച്ച് ഡോക്ടറുടെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കും. അഗളി കിലഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബേനുമോൾ ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗമുള്ള വ്യക്തികളെ പോഷകാഹാരം നൽകി പരിപാലിക്കുന്ന പദ്ധതിയായ നിക്ഷയ് മിത്രയുടെ ഭാഗമായുള്ള പോഷകാഹാര കിറ്റിന്റെ വിതരണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ വിഷയാവതരണം നടത്തി. പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ, വണ്ടാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KL രമേശ്, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സനോജ്, ITDP അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ സാദിഖ് അലി, അട്ടപ്പാടി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ CR ജയന്തി, മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്.
നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ ശേഖരണത്തിന് വേറിട്ട വഴി ഒരുങ്ങിക്കഴിഞ്ഞു. ഹരിതകർമ്മസേനയെ സ്മാർട്ടാക്കുന്നതിന് സർക്കാർ മുന്നോട്ട് വെച്ച ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം പ്രയോജനപ്പെടുത്തുന്ന ഫേസ് 2 പഞ്ചായത്തുകളിൽ അമ്പലപ്പാറ പഞ്ചായത്ത് ഒന്നാമത്. 46ഓളം പഞ്ചായത്തുകളാണ് ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള രണ്ടാം ഘട്ട അജൈവ മാലിന്യ ശേഖരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഏപ്രിൽ 27-ന് QR കോഡ് പതിപ്പിക്കൽ ആരംഭിക്കുകയും മെയ് 17-ന് പൂർത്തീകരിക്കുകയും സർവീസ് ആരംഭിക്കുകയും ചെയ്തുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ആദ്യ വാർഡെന്ന പ്രശസ്തി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മേലൂർ കൈവരിച്ചു. ഇന്നേ ദിവസം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും QR കോഡ് പതിപ്പിക്കൽ പൂർത്തീകരിക്കുകയും പകുതിയോളം വാർഡുകളിൽ സേവനം ആരംഭിക്കുകയും ചെയ്തു. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്ന വേളയിൽ QR കോഡ് പതിപ്പിക്കലിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് സിസ്റ്റം എന്ന പദ്ധതി. മാലിന്യ ശേഖരണം, സംസ്കരണം എന്നിവ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിയെ അമ്പലപ്പാറ പഞ്ചായത്ത് വലിയൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശേഖരിക്കേണ്ടതായ മാലിന്യങ്ങളുടെ അളവ്, അതേപോലെ തന്നെ അവയുടെ സംസ്കരണം എന്നിവയ്ക്ക് വേണ്ടി ഒരുക്കിയ ഈ പദ്ധതി കൃത്യമായി സമയബന്ധിതമായി അത് നടപ്പാക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മെയ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള സർവേയും ആ സർവേക്ക് ശേഷമുള്ള ഞങ്ങളുടെ QR കോഡ് പതിപ്പിക്കലും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ ഹരിതമിത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഏറ്റവും ആദ്യമായി ഈ പാലക്കാട് ജില്ലയിലെ ഈ സ്മാർട്ട് ഗാർബേജ് സിസ്റ്റം എന്ന മോണിറ്ററിംഗ് സിസ്റ്റം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ വാർഡ് ഈ പഞ്ചായത്തിലെ 1-ാം വാർഡാണ്. അതേപോലെ തന്നെ 1-ാം വാർഡ് മുതൽ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ QR കോഡ് പതിപ്പിക്കൽ എന്ന ഒരു പണി പൂർത്തീകരിച്ച് ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ്. ഇത് മെയ് 31-ന് ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ജൂൺ 1 മുതൽ ഇതിൻ്റേതായ രീതിയിലുള്ള മാലിന്യ ശേഖരണവും മറ്റും ഡിജിറ്റലൈസേഷനുമായി പോകാൻ പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു അഭിമാന നിമിഷം കൂടി ഞങ്ങൾ എല്ലാവരോടും പങ്കിടാൻ താല്പര്യപ്പെടുക. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്കായി കാരണവർകൂട്ടം സംഗമം സംഘടിപ്പിച്ച് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമത്തിൽ വയോജനങ്ങൾക്കായി നിയമബോധവൽക്കരണം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷാബിറയും മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസനും ക്ലാസ് എടുത്തു. വയോജനങ്ങളുടെ കലാപരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. 250ഓളം വയോജനങ്ങൾ പങ്കെടുത്തു. നാട്ടുകൾ പകൽ വീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന മുരളി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ KP ബുഷറ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ CP സുബൈർ, P. മൻസൂർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ AK വിനോദ്, P. രാധാകൃഷ്ണൻ, PT സഫിയ, MC രമണി, CP ജയ, PM ബിന്ദു കൊണ്ടത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിതകുമാരി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PN സിമി, ആരോഗ്യ പ്രവർത്തകരായ P. പ്രിയൻ, ഹസീന, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് ലീഡർ K. കരുണാകരൻ ഓർമ്മദിനം. 1918 ജൂലൈ 5-ന് തെക്കേടത്ത് രാമുണ്ണിമാരുടെയും കണ്ണോത്ത് കല്യാണിയമ്മയുടെ മകനായി കണ്ണൂരിലെ ചെറുക്കലിലാണ് K. കരുണാകരൻ്റെ ജനനം. വടകര ലോവർ പ്രൈമറി സ്കൂളിലാണ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നീട് ആണ്ടലൂരിലും ചെറുക്കൽ രാജാസ് ഹൈസ്കൂളിലും അദ്ദേഹം പഠിച്ചു. രാജാസ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായെങ്കിലും ചെറുപ്പത്തിൽ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായതിനുള്ള ബഹുമതി K. കരുണാകരന് അവകാശപ്പെട്ടതാണ്. ആകെ 4 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. ഒരു നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിലിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയതും കരുണാകരൻ തന്നെയാണ്. ജനിച്ചത് കണ്ണൂരാണെങ്കിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളർച്ച നേടിയത് തൃശ്ശൂരിലെത്തിയതോടെയാണ്. ആദ്യകാലത്ത് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലായിരുന്നു കൂടുതൽ താല്പര്യം. INTUCയുടെ സ്ഥാപക നേതാവായിരുന്നു കരുണാകരൻ. പിന്നീട് തൃശ്ശൂർ നഗരസഭയിൽ അംഗമായതോടെയാണ് അധികാരത്തിലേക്കുള്ള പടയോട്ടം ആരംഭിച്ചത്. 1945-ലായിരുന്നു കരുണാകരൻ തൃശ്ശൂർ നഗരസഭയിൽ അംഗമായത്. തുടർന്ന് 1948 കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു.
പിന്നീട് 1949-ലും 1952-ലും 54-ലും തിരുകൊച്ചി നിയമസഭയിൽ അംഗമായി. തിരുകൊച്ചി അസംബ്ലിയിൽ 1952-53 കാലഘട്ടത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ചീഫ് വിപ്പായിരുന്നു. 1957-ൽ ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നാണ് കരുണാകരൻ മത്സരിച്ചത്. പക്ഷേ വിജയം തുടർക്കഥയാക്കി മാറ്റിയിരുന്ന കരുണാകരനെ അത്തവണ കാത്തിരുന്നത് പരാജയമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഡോക്ടർ AR മേനോൻ കരുണാകരനെ പരാജയപ്പെടുത്തി. പക്ഷേ പരാജയം അദ്ദേഹത്തെ തളർത്തിയില്ല. ആർക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്നതിനാൽ നിയമസഭ ചേരാതിരുന്ന 1965-ലെ തിരഞ്ഞെടുപ്പിൽ കരുണാകരൻ വിജയക്കൊടി പാറിച്ചു. തൃശ്ശൂർ ജില്ലയിലെ മാള നിയോജകമണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിൽ അംഗമായി. അതൊരു തുടക്കമായിരുന്നു. 1967-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9 MLA-മാർക്കൊപ്പം നിയമസഭയിലെത്തിയ കരുണാകരൻ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ അന്ത്യനാളുകളെന്ന് ജനങ്ങൾ കരുതിയ കാലഘട്ടമായിരുന്നു അത്. എന്നാൽ 1970-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 സീറ്റുമായി കോൺഗ്രസിനെ മുന്നിലെത്തിക്കാൻ കരുണാകരന് കഴിഞ്ഞു. കോൺഗ്രസ് നയിച്ച ഐക്യമുന്നണി 69 സീറ്റുമായി അധികാരത്തിലെത്തി. 1971-ൽ അദ്ദേഹം C. അച്യുതമേനോൻ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സ്ഥാനമേറ്റു. അക്കാലത്തായിരുന്നു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിലെത്തി. പാർട്ടി നേതാവായിരുന്ന കരുണാകരൻ ആദ്യമായി മുഖ്യമന്ത്രിയായി. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന രാജൻ കേസിൽ ഹൈക്കോടതി നടത്തിയ പരാമർശത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. ആകെ 33 ദിവസമാണ് ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടർന്നത്. അതിനുശേഷം 3 തവണ കൂടി കരുണാകരൻ മുഖ്യമന്ത്രിയായി. ഇതിൽ 1 തവണ മാത്രമേ കാലാവധി തികയ്ക്കാനായുള്ളൂ. തുടർച്ചയായി 8 തവണ മാള നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കരുണാകരൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1982-ൽ മാളയിൽ നിന്നും നേമത്തിൽ നിന്നും ഒരേ സമയം വിജയിച്ച അദ്ദേഹം നേമം സീറ്റ് രാജിവെക്കുകയാണ് ഉണ്ടായത്. 1967, 69, 80, 81, 87, 91 എന്നീ വർഷങ്ങളിൽ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു കരുണാകരൻ. 3 തവണ രാജ്യസഭയിലും 2 തവണ ലോക്സഭയിലും അദ്ദേഹം അംഗമായിരുന്നു. കുറച്ചുകാലം കേന്ദ്രത്തിലെ PV നരസിംഹറാവു മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.